ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പത്രസമ്മേളനം നമ്മളൊരു വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സാധാരണ ക്യാമ്പസിന് പുറത്തു പോകാനൊക്കെ ഒരു വിദേശങ്ങളിൽ പോകാനൊക്കെ ആയിട്ട് ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നു. ആ രീതിയിൽ സാധാരണ ക്യാമ്പസുകളിനേക്കാൾ വലിയൊരു വിഭാഗം കുട്ടികൾ ക്യാമ്പസിന് പുറത്ത് മറ്റുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലസ് ടുവിന് ശേഷം ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കലോത്സവം എന്ന രീതിയിൽ ഒരു വേദി എന്നുള്ളതാണ് അതൊരു സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് ഒരു കലോത്സവം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത്തരം കുട്ടികളെ കൂടുതലും നമ്മുടെ കുട്ടികളൊക്കെ കൂടുതൽ പുറത്തു പോകുന്നു, ഒരുപാട് കുട്ടികൾ പുറത്ത് പഠിക്കുന്നു, നാടായിട്ട് അവർക്കൊരു ബന്ധം വരുന്നു. അപ്പൊ ഇതിലൊരു പ്രത്യേക വിഭാഗം നമ്മൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് ഓൺലൈനായിട്ട് പങ്കെടുക്കാം. അതല്ല ഇപ്പൊ ബാംഗ്ലൂർ, കോയമ്പത്തൂർ അങ്ങനെ മറ്റുള്ളവർക്ക് നേരിട്ട് വേണമെങ്കിൽ വരാം, അതല്ലെങ്കിൽ അവർക്കും ഓൺലൈനായിട്ട് പങ്കെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം, അതായത് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും നാടായിട്ടൊരു ബന്ധം. കല എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ, നമ്മുടെ സംസ്കാരം കല എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ നാടായിട്ടൊരു ബന്ധം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശമാണ്. വിസാഫ് എന്നാണ് നമ്മുടെ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസ് ആർട്ട് ഫെസ്റ്റിവൽ. നമ്മൾ വിസാഫ് എന്നുള്ള പേരിലാണ്, സംസ്ഥാന തലത്തിലാണ്. ഗ്രാഫിക്സ് അതിനൊരു മുൻകൈ എടുക്കുന്നത് മാത്രമാണ്. നമ്മളെ മന്ത്രിമാരൊക്കെ രക്ഷാധികാരികളായിട്ട് മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും പിന്നെ തൃശ്ശൂരിലെ വളരെ പ്രമുഖരൊക്കെ ഉൾപ്പെടുത്തി വിപുലമായുള്ള കമ്മിറ്റി, കുട്ടികളുടെ കമ്മിറ്റികൾ, അധ്യാപകരൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വിസാഫ്.in എന്ന പേരിൽ. അപ്പൊ പല എല്ലാ കാറ്റഗറിയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വർഷമായിട്ട് എത്രയൊക്കെ കാറ്റഗറിയിൽ കുട്ടികൾ പങ്കെടുക്കും നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു അറിയിപ്പിന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാം പങ്കെടുക്കാൻ വെബ്സൈറ്റ് സന്ദർശിക്കാനും രജിസ്ട്രേഷനും അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യഘട്ടത്തിൽ എല്ലാ പരിപാടികളിലും മീഡിയയുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തുടക്കം മുതലേ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അഭ്യർത്ഥിക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പൊ സമ്മേളനം. അപ്പൊ ഇതിലിപ്പോ നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. സാധനത്തിന് എത്താൻ പറ്റിയിട്ടില്ല. ബാക്കി 4 പേര് എല്ലാവരും പലതരം കമ്മിറ്റികൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അത്തരം വിശദാംശങ്ങൾ എല്ലാവരും വീണ്ടും അറിയിക്കാം, മറ്റുള്ള ഘട്ടങ്ങളിൽ അറിയിക്കാം. അങ്ങനെയുള്ളേക്കാളും ഉദാഹരണം അത് പറയാം. അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കും പങ്കെടുക്കാം. സ്വകാര്യ ഗവൺമെന്റ് തലത്തിലല്ല, പ്രൈവറ്റ് തൊഴിലധിഷ്ഠിതം എന്ന് പറയുമ്പോൾ സിനിമ പഠിക്കുന്നു, ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു, ഒരുപാട് IT കോഴ്സുകൾ പഠിക്കുന്നു, നഴ്സിംഗ് പഠിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതെ, ഒരുപാട് കോഴ്സുകളുണ്ട്. മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉണ്ടല്ലോ കുറെ കോഴ്സുകളുണ്ട്. 1 കൊല്ലത്തെ, 6 മാസത്തെ, 3 കൊല്ലത്തെ പലതരം കോഴ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ അവര് എല്ലാം കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ബിജു ഒരു സമാന്തര പ്രവർത്തനം എടുത്തത്. എന്റെ ഓർമ്മയിൽ 25 വർഷം മുമ്പ്, 26 വർഷം മുമ്പ് ക്യാമ്പസിൽ ഡിജിറ്റൽ ഫിലിം തുടങ്ങി വെച്ചത് പുള്ളിക്കാരനാണ്. അപ്പൊ ഞാൻ അതിനോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ കലാലയങ്ങളിലൊക്കെ ഡിജിറ്റൽ സിനിമ ഉണ്ടാക്കുകയും മത്സരം നടത്തുകയും സമ്മാനം കൊടുപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ബിജു സമാന്തരത്തിന്റെ ആളാണ്. മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രവർത്തകനാണ് ബിജു. അത് എല്ലാ രംഗത്തും, സിനിമ മാത്രമല്ല ഒരുപാട് രംഗങ്ങളിൽ പുള്ളി എക്സിബിഷനുകളൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ദൈവവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ പരമാവധി സഹകരിക്കണം. ഈ പറഞ്ഞ ഇൻക്ലൂസീവ്, എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ഒരു പുതിയ സംവിധാനം ജനാധിപത്യത്തിൽ, അതാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പം വിദേശികൾക്ക് പോലും, വിദേശത്തുള്ള നമ്മുടെ മലയാള കുട്ടികൾക്ക്, ഇപ്പോൾ ഉക്രൈനിലുള്ള ഒരു കുട്ടിക്ക് അങ്ങനെ പങ്കെടുക്കാം. മലയാളിയാണ് അല്ലെ, മലയാളികളാണ് ഉദ്ദേശിക്കുന്നത്. മലയാളം സംസാരിക്കാൻ കഴിയും, മലയാളം സംസാരിക്കാൻ അവർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ പ്രവാസികൾ, ഇന്ത്യയുടെ മറ്റു ഭാഗത്തുള്ള ധാരാളം പ്രവാസികളുണ്ട്. ഇവിടെ മരിച്ച റോഹിയൊക്കെ പറഞ്ഞിട്ട് 50 കൊല്ലം മുമ്പ് അവർ വീട്ടുകാർ പോയതാണ്. പക്ഷെ അവരിപ്പോഴും മലയാളികളാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. വളരെ തനിമയുള്ള ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലിപ്പോൾ എല്ലാവരും യൂത്ത് ഫെസ്റ്റിവൽ, കലോത്സവം എന്നുള്ള പേര് തന്നെ അതിന്റെ ഒരു നൊസ്റ്റാൾജിയിൽ ഇട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ വേറൊരു പേര് കണ്ടുപിടിക്കാമെന്നുള്ള അവസരത്തിൽ എല്ലാത്തിനും അങ്ങനെയുള്ള പറയുന്നത്. എല്ലാ ഇനങ്ങളും ഉണ്ടാവും. അവർ ആവശ്യപ്പെടുന്ന എല്ലാ ഇനങ്ങളും വയ്ക്കും. അതിന്റെ പണച്ചെലവൊക്കെ ഉണ്ട്, ഐറ്റംസ് വരുമ്പോൾ അതിനനുസരിച്ച് ചിലവുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആലോചിക്കുന്നുള്ളൂ. IT മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ അവരുടേതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളിനി കണ്ടുപിടിക്കേണ്ടി വരും. നമുക്കിപ്പോൾ അറിയില്ല. നമ്മളിപ്പോൾ നിലവിലുള്ള കലോത്സവങ്ങളെ ബേസ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ഐറ്റംസ് തീരുമാനിക്കുന്നത്. അത് സ്വാഭാവികമായും അത് ചെറിയ മാറ്റങ്ങളോടെ ആവും സംഭവിക്കുക. മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ചില സംഗതികളാണ് ബിജുവിന്റെ നേതൃത്വത്തിൽ ഗ്രാഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിന് എന്താ പറയാ തുടക്കം മുതൽ തന്നെ അത് ഈ സഫർ ചെയ്തിട്ടുള്ള ഒരു രീതി അതിനകത്തുണ്ട്. ഇപ്പൊ സിനിമാ ഫീൽഡില് കുറെ മത്സരങ്ങൾ ആദ്യമൊക്കെ നടത്തിച്ചാലും അതൊക്കെ ആരും നടത്താത്ത കാലത്താണ് അതൊക്കെ നടന്നിട്ടുള്ളത്. പിന്നെ പിന്നെ ഈ ബാക്കിയുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഇതാവുമ്പോ ഗ്രാഫിക്സ് പിന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുക. ഇപ്പൊ ഈ കലോത്സവം അങ്ങനെ തന്നെയാണ്. ഇത് ഗംഭീരമായിട്ട് വേറൊരു തരത്തിൽ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃതമായ വേറൊരു ബോഡിയൊക്കെ നടത്താൻ തയ്യാറാണെങ്കിൽ ഗ്രാഫിക്സ് പിന്നെ അതിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഇതനുസരിച്ച് ഇതിന്റെ തുടക്കമിട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇതിനൊക്കെ വലിയ രീതിയിൽ ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് സാമ്പത്തിക പരിമിതികളുണ്ട്. ആരെങ്കിലും വേറെ എന്തെങ്കിലും വലിയ രീതിയിൽ ഫണ്ടിങ് നടത്തും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല ഇത് നടത്തണത്. അപ്പൊ മറ്റൊരു രീതിയിൽ ഇത് വളർന്നു വരികയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. സർക്കാർ തലത്തിലൊക്കെ നടക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം സമൂഹത്തിന് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനകത്ത് ഉള്ളത്. ചെറിയ അച്ഛൻ, ഇതൊരു ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇത് നിങ്ങൾ അവതരിപ്പിക്കണം. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഈ കലോത്സവത്തിൻ്റെ പത്രമാധ്യമങ്ങളിലൂടെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനും ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആശയം അവരിലേക്കും എത്തിക്കണം എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ 25 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ +2 വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഡിസോൺ ഇന്റർസോൺ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ തൊഴിലധിഷ്ഠിത മേഖലയിൽ ഇങ്ങനൊരു കലോത്സവം നടന്നിട്ടില്ല. അപ്പോൾ അവരിലാണ് കൂടുതൽ ലഹരികളും മറ്റ് അടിമപ്പെടുന്ന ആൾക്കാരുകളും കൂടുതൽ ഇപ്പോൾ ചെന്നപ്പെടുന്നത്. അതിൽ നിന്നൊക്കെ വിമുക്തി നേടുക എന്നുള്ളതും കൂടി നമ്മളുടെ ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യമുണ്ട്. അപ്പൊ എല്ലാതും ശുഭകരമായിട്ട് നടക്കണം എന്നുള്ള ഉത്തമ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് വിളിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചു.